ഹേ ഗൈസ്, അപ്പൊ കോഴിക്കോട് പോയി കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത കഥയാണിത്. നമ്മൾ കോഴിക്കോട് എത്തിയപ്പം ഏകദേശം ഉച്ച സമയമായിരുന്നു. നേരെ പോയി പാരഗൺ റെസ്റ്റോറന്റിലേക്ക്. ഇത് വീക്ക് ഡേ ആയിട്ട് പോലും 3 സെക്ഷനിലും മുടിഞ്ഞ തിരക്ക്. അങ്ങനെ ഒരു മണിക്കൂറത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവരുടെ ചിക്കൻ ലഗൂൺ ബിരിയാണി കഴിച്ചു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇവർ ഇത്രയും വർഷം ഇത്രയും കൺസിസ്റ്റൻസിയിൽ ഇത്രയും ടേസ്റ്റിൽ ഇങ്ങനെ ബിരിയാണി കൊടുക്കണേന്നാണ്. ഇവിടെ ബിരിയാണി മാത്രമല്ല കേട്ടോ, നല്ല ബീഫ് റോസ്റ്റ് പൊറോട്ടയും നമ്മൾ കഴിച്ചു. എന്റെ മോനെ ടോപ്പ് സാധനം. നിങ്ങൾ അതും കൂടി ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളൊരു ഓട്ടോയും വിളിച്ച് നേരെ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്ക് പോയി. പാരാനിലെ ബിരിയാണി കഴിച്ചിട്ട് വന്നോണ്ടാണോ എന്ന് അറിയില്ല, കുറ്റിച്ചിറ ബിരിയാണി എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു തോന്നിയത്. പക്ഷെ ഇതിൽ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബിരിയാണിയിൽ കോഴിക്കോട് ടോപ്പ് തന്നെ. ഇനി മന്തി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ സൂഫി മന്തിയിലേക്ക് പോയി. ഞാനൊരു പെരി പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. സത്യം പറയാലോ, നമ്മുടെ എറണാകുളത്ത് കിട്ടണ മന്തിയുടെ 7 അയലോക്കത്ത് കോഴിക്കോടിലെ മന്തി എത്തില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ ലാസ്റ്റ് സംഗീത് കൂൾബാറിൽ നിന്ന് ഇവന്റെ ഫലൂടിയും കഴിച്ചു. എന്റെ മോനെ കഴിച്ചോണ്ടിരിക്കും. ഒമ്മാതിരി ലെവൽ ടേസ്റ്റ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കൂൾബാർ വന്നത്. പിന്നെ നമ്മുടെ കോഴിക്കോട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന 1-2 ദിവസം മതിയാവാതെ വരും. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള കിടില ഫുഡ് സ്പോട്ട് ഇനിയും കോഴിക്കോടുണ്ട്. അപ്പം ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ.